ഇന്ന് ഈ ധ്യാനത്തിന് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ മധ്യയായിരിക്കുന്ന പ്രിയ അച്ഛനെ വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരുടെയും പേരിൽ ഈ മെയിൻ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി കൃത്യമായി ക്ഷണിക്കുന്നു. തിരുമേനി, മലബാർ ഡയസിലെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, സഭയുടെ ഡയസിന്റെ ഔദ്യോഗിക ചുമതലകളിലുള്ളവരെ, എല്ലാവർക്കും വന്ദനം പറയുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത്. കഴിഞ്ഞ ആഴ്ച തിരുമേനി വിളിച്ച് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള കാരണം എൻ്റെ കൂടെ പഠിച്ചവരും എനിക്ക് സീനിയേഴ്സായിട്ട് പഠിച്ചവരും ജൂനിയേഴ്സായിട്ട് കണ്ണമൂല്യ പഠിച്ചവരെയൊക്കെ കാണാൻ എനിക്കൊരു അവസരം കിട്ടും. അത് തന്നെ ഒത്തിരി സന്തോഷമുള്ള ഒരു അനുഭവമാണ്. ഇന്നിപ്പോൾ വന്നപ്പോൾ തന്നെ എല്ലാവരെയും ഒന്നുകൂടെ കാണാനും സ്നേഹവും പരിചയവും ഒക്കെ പുതുക്കുവാനും ദൈവകൃപ ചെയ്തു. രാവിലെ ബിഷപ്പും പ്രിൻസിപ്പളും ഒക്കെ പറഞ്ഞതുപോലെ മംഗലാപുരത്തെ ചൂടുള്ള കാലാവസ്ഥ കേരളത്തിലെ ചൂടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എനിക്ക് തോന്നുന്നു. എങ്കിലും ഇവിടുത്തെ സ്റ്റേയും ദിവസങ്ങളും അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പെട്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് 1 മണിക്കൂറിൽ കാണാം. ഈ യുഗത്തിൽ സഭാപരിപാലന ശുശ്രൂഷയിലെ വെല്ലുവിളി എന്നതാണ് ടൈറ്റിൽ. ഞാൻ കൗൺസിലിങ്ങിന്റെ ആളായതുകൊണ്ട് മുമ്പ് കേട്ടതുപോലെ എയുമായി ബന്ധപ്പെട്ട ഗഹനമായ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ ശുശ്രൂഷയിലെ വെല്ലുവിളികളെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു റിട്രീറ്റ് ആയി ഈ ഒരു സമയത്തെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് തുടങ്ങുന്നത്. കൗൺസിലിംഗിൽ പതിവുള്ള പരിപാടിയാണ്. ചെറിയ സ്കെയിൽസോ ഇൻവെന്ററികളോ ഒക്കെ കൊടുത്ത് നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ 30 സ്റ്റേറ്റ്മെന്റുകൾ പറയും. ആ ഓരോ സ്റ്റേറ്റ്മെന്റിനും നിങ്ങളുടെ ഉത്തരം ഓരോ സ്റ്റേറ്റ്മെന്റിനോടും ഒട്ടും യോജിക്കുന്നില്ല എന്നാണെങ്കിൽ 0 എന്നിടണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സ്റ്റേറ്റ്മെന്റിന്റെ നമ്പർ ഇടുക. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ ഒട്ടും യോജിക്കുന്നില്ലെങ്കിൽ 0 എന്ന് ഇടുക. യോജിക്കുന്നില്ല എന്നാണെങ്കിൽ 1 എന്നിടുക. കുറച്ചൊക്കെ യോജിക്കുന്നു എന്നാണെങ്കിൽ 2 എന്നിടുക. യോജിക്കുന്നു എന്നാണെങ്കിൽ 3 എന്നിടുക. പൂർണ്ണമായും യോജിക്കുന്നു എന്നാണെങ്കിൽ 4 എന്നിടുക. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഒട്ടും യോജിക്കുന്നില്ലെങ്കിൽ 0, യോജിക്കുന്നില്ല അതിൽ ഒട്ടുമില്ല, യോജിക്കുന്നില്ല എങ്കിൽ 1, കുറച്ചൊക്കെ യോജിക്കുന്നു എന്നാണെങ്കിൽ 2, യോജിക്കുന്നു എന്നാണെങ്കിൽ 3, പൂർണ്ണമായി യോജിക്കുന്നു എന്നാണ്. അതിന്റെ ഒരു യോജിപ്പിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചാണ് സ്കോർ ഇടുന്നത്. അങ്ങനെ സ്കോർ ഇട്ട് 30 സ്റ്റേറ്റ്മെന്റിന് സ്കോർ ഇട്ട ശേഷം നമുക്ക് മുൻപോട്ട് പോകാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എന്റെ ശുശ്രൂഷ ജീവിതം സന്തോഷകരമാണ്. ആ സ്റ്റേറ്റ്മെന്റ്, ആ പ്രസ്താവനയോട് നിങ്ങൾ ഒട്ടും യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ 0 ഇടണം. നിങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നുണ്ടെങ്കിൽ 4 ഇടണം. ഇതിനിടയ്ക്കുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് 1, 2. നേതൃത്വം നൽകുന്ന ആരാധനയിൽ പങ്കെടുക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നില്ല. പട്ടക്കാരെന്ന് പറഞ്ഞാൽ ഒരു കാലത്തിന് ഒരു റോബോട്ടിന് കോർഡിനേഷൻ കൊടുത്ത ഒരു സഭയിൽ വെച്ചാൽ അങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുകയാണെങ്കിൽ അതിൽ പോയി പങ്കെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നില്ല. കിട്ടിയല്ലോ? ഈ പട്ടക്കാരി വന്ന എളുപ്പമാണ്. പള്ളിക്കാരൊക്കെ നമ്മളെ കൊണ്ടുള്ള തലവേദന പറയും, ചെലവും വെച്ചാണ്. മൂന്നാമത്തെ പ്രസ്താവന: ജനത്തിന്റെ ഒരു പട്ടക്കാരൻ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ജനത്തിന്റെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഞാൻ സമർത്ഥനാണ്. ഒരു സഭാ പരിപാലകൻ എന്ന നിലയിൽ എന്റെ സഭയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാമർഥ്യം എനിക്കുണ്ട്.
പൂർണ്ണമായി യോജിക്കുന്നെങ്കിൽ 4 ഇടാം, അതിനിടയിലാണെങ്കിൽ അതിനനുസരിച്ച്, ഒട്ടും ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു ബോധ്യം ഇല്ലെങ്കിൽ 0 ഇടണം. അപ്പൊ നിങ്ങൾ സത്യസന്ധമായി സ്കോർ ഇടണം. ഇത് മറ്റാരെ കാണിക്കേണ്ടത് നിങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. 4-ാമത്തേത്, സാമൂഹിക മാധ്യമങ്ങളിലൂടെ ജഗത്തിന് ആത്മീക പരിപോഷണം നൽകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്റെ ശുശ്രൂഷയിൽ ഓൺലൈൻ മീഡിയാസ് ഉപയോഗിച്ച്, സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ച് ആത്മീയ പരിപോഷണം ജനത്തിന് നൽകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. 5-ാമത്തേത്, ഒരു കുപ്പായമിടാത്ത എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ വസ്ത്രം ധരിക്കാത്ത ഒരു ശുശ്രൂഷകൻ നേതൃത്വം നൽകുന്ന ആരാധനയിൽ ഞാൻ സജീവമായി പങ്കെടുക്കും. നമുക്കറിയാം ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നും അല്ലേ? ഞാൻ പേഴ്സണലി ഒരു കുപ്പായമിടാത്ത ഒരു ശുശ്രൂഷകനാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിലും ഞാൻ അതിൽ ആത്മാർത്ഥമായി സജീവമായി പങ്കെടുക്കും. പൂർണ്ണമായി യോജിക്കുന്നെങ്കിൽ 4, അല്ലെങ്കിൽ അതിനനുസരിച്ച്. 6-ാമത്തെ ചോദ്യം, എന്തോ എങ്ങനെയാ എന്നെ പോലെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോ വേറെ സഭയിലെ പാസ്റ്റർമാരും ആവും. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. അടുത്തത്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടാബ് ഇതൊക്കെ ഉപയോഗിച്ച് ആരാധനയ്ക്ക് നേതൃത്വം നൽകാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്നാൽ ലിറ്റർജിയും സോങ് ബുക്കും വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആരാധനക്രമം നമുക്ക് ടാബിൽ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. 6. ഓക്കെ, 7-ാമത്തെ ചോദ്യം, വീട്ടിൽ ഭവനാംഗങ്ങൾ തമ്മിലോ അഥവാ കൂട്ടുകാരുടെ ഇടയിലോ ഒരുമിച്ചിരിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ വീട്ടിലാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ, അങ്ങനെ ഭക്ഷണമേശയിലൊക്കെ ഇരിക്കുമ്പോൾ, അല്ല കൂട്ടുകാരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. നിർബന്ധമില്ലല്ലോ, നമ്മൾ വേറെ കാര്യങ്ങൾ സംസാരിക്കാൻ, ഞാൻ അതിന് ശ്രമിക്കാറുണ്ട്. 8, ഞങ്ങൾ പതിവായി ഓൺലൈൻ ആത്മീയ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് കുടുംബമായിട്ട്. ഒരു യൂട്യൂബ് ആരാധനയിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് പ്രസംഗമൊക്കെ കുടുംബമായിരുന്നു കേൾക്കാറുണ്ട്. 9, എത്ര തിരക്കും ഉള്ളപ്പോഴും ഭവന പ്രാർത്ഥനകളും ആരാധനകളും ഞങ്ങൾ മുടക്കാറില്ല. നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട എത്ര തിരക്കുള്ളപ്പോഴും ഭവന പ്രാർത്ഥനകളും ആരാധനകളും മുടക്കാറില്ല. 10, ഞാൻ ചിന്തിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ആത്മീയ മേഖലകളിൽ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ്. മനസ്സിലായോ? ആത്മീയ മേഖലകളിൽ, ആരാധനയോ ശുശ്രൂഷകളോ ഒക്കെ ആയിട്ടുള്ള മേഖലകളിൽ അഥവാ കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. കിട്ടിയോ? ഓക്കെ. 11, ഞാനത്ര ആത്മീയനൊന്നുമല്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. സ്റ്റേറ്റ്മെന്റ് കേൾക്കുക. ഞാൻ അത്ര ആത്മീയനൊന്നുമല്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടില്ല എന്നല്ല, ബുദ്ധിമുട്ടാണ്. 12, ഒരു ദിവസത്തെ എന്റെ സ്ക്രീൻ സമയം പരമാവധി പരിമിതപ്പെടുത്തി ശുശ്രൂഷ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. എന്നാൽ എന്റെ ശുശ്രൂഷ ജീവിതത്തെ എന്റെ സ്ക്രീൻ സമയം ബാധിക്കാതെ ഞാൻ നോക്കുന്നുണ്ട്. സ്ക്രീൻ സമയം നമുക്കിപ്പം കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിച്ചതുപോലെയാണ് സ്ക്രീൻ ഇരിക്കുന്നത്. അപ്പം അതിനെ പരിമിതപ്പെടുത്താനും ശുശ്രൂഷ കാര്യങ്ങളിൽ ഇടപെടാനും എനിക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥത്തിൽ. 13, പ്രസംഗങ്ങളോ ബൈബിൾ സ്റ്റഡികളോ പ്രാർത്ഥനകളോ ആരാധനാക്രമങ്ങളോ ഒക്കെ തയ്യാറാക്കാൻ ഞാൻ ഓൺലൈൻ മീഡിയ ഉപയോഗിക്കാറുണ്ട്. അവിടെ നിന്ന് മെറ്റീരിയൽ എടുക്കുക, അല്ലെങ്കിൽ ഏയോട് പറഞ്ഞാൽ പ്രേയറൊക്കെ ഇപ്പൊ കറക്റ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഏത് ഭാഷയിൽ വരാനും കിട്ടും. ഞാനത് ഉപയോഗിക്കാറുണ്ട്. എന്റെ ആരാധനകൾക്ക് പുതുമ വരുത്താൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും.
ആരാധനകൾ എപ്പോഴും പുതുമയുള്ളതായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. 14 വരെ എത്തിയില്ലേ? 15 എന്റെ കുടുംബാംഗങ്ങൾ, ഭാര്യയോ മക്കളോ വീട്ടിലുള്ളവരോ ഒക്കെ സഭയുടെ ശുശ്രൂഷകളിൽ സജീവമായി പങ്കെടുക്കണമെന്ന നിർബന്ധം എനിക്കില്ല. എന്റെ കുടുംബാംഗങ്ങൾ എന്റെ ശുശ്രൂഷകളിൽ സജീവമായി പങ്കെടുക്കണം എന്ന നിർബന്ധം എനിക്കില്ല. 16 ബൈബിൾ ആപ്പുകൾ ഉപയോഗിച്ച് ദൈവവചനം വായിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. നിങ്ങൾ പാഠം വായിക്കാൻ കൊടുത്താൽ ഒരാൾ മൊബൈലും കൊണ്ടുവന്ന് പാഠം വായിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നില്ല. ബൈബിൾ ആപ്പുകൾ ഉപയോഗിച്ച് ദൈവവചനം വായിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. 17 ദൈവം ലോകത്തെ കരുതുന്നു, സ്നേഹിക്കുന്നു, സംരക്ഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് ലോകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 18 പ്രാർത്ഥനയേക്കാൾ പ്രവൃത്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രാർത്ഥനയേക്കാൾ പ്രവൃത്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന ചിന്ത എനിക്കുണ്ട്. ഇന്നത്തെ മാറ്റങ്ങളുടെ 19 ഇന്നത്തെ മാറ്റങ്ങളുടെ സാഹചര്യത്തിലും എന്റെ സ്വകാര്യ ജീവിതവും എന്റെ കുടുംബ ജീവിതവും തൃപ്തികരമായി മുമ്പോട്ട് പോകുന്നുണ്ട്. എന്റെ വ്യക്തി ജീവിതവും എന്റെ കുടുംബ ജീവിതവും തൃപ്തികരമാണ് ഈ മാറ്റങ്ങളൊക്കെ ഉള്ളപ്പോൾ. 20 ആരെങ്കിലും എന്നെ വിളിച്ച് ഓഡിയോ വീഡിയോ കോളിലൂടെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ അവരെ നിരാശപ്പെടുത്താറില്ല. 21 എന്റെ ജീവിതം അർത്ഥപൂർണവും തൃപ്തികരവുമാണ് എന്നെനിക്ക് ധൈര്യമായി പറയാൻ പറ്റും. 22 സഭാജനങ്ങൾ എന്നെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം. അച്ഛ എന്ന് വിളിക്കണം നിർബന്ധമില്ല. ഇവിടെയൊക്കെ എന്റെ പള്ളിയിൽ എന്നെ ബിനു എന്ന് വിളിക്കുന്ന ജനങ്ങളുണ്ട്. ഒരു ബാക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ സ്വന്തം പേര്. സീനിയേഴ്സ് ഒക്കെ ഇവിടെ അങ്ങനെ നിർബന്ധമില്ല. അച്ഛാ ഇയാൾ വിളിക്കും പൊതുവെ അല്ലെ പാസ്റ്റർ എന്ന് വിളിക്കുന്നവരുണ്ട്, അല്ലെ റെവറന്റ് എന്ന് വിളിക്കുന്നവരുണ്ട്, ബിനു എന്ന് വിളിക്കുന്നവരുണ്ട്. എനിക്കങ്ങനെ ഒരു നിർബന്ധമില്ല. എന്റെ കാര്യമല്ല, പൊതുവെ നമ്മുടെ ഒരു സമീപനം അതിനോടുള്ളത്. 23 മനുഷ്യ മൃഗ സംഘർഷങ്ങൾ പോലുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന്റെ പരിഹാരത്തിനായി സഭയും മുൻകൈ എടുക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ കേരളത്തിലെ മനുഷ്യ മൃഗ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സഭ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 24 ജനങ്ങൾക്ക് ആരാധനകളിൽ പങ്കെടുക്കാൻ ഓൺലൈൻ സൗകര്യങ്ങൾ നിർബന്ധമായും വേണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെ ആരാധനകളിൽ എല്ലാ ജനങ്ങൾക്കും വരാൻ പറ്റാതെ വീട്ടിലിരിക്കുന്നവർ, ബെഡ്രിട്ടനായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ പതിവായി നൽകുന്നത് നിർബന്ധമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 25 സാമൂഹിക രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. 26 ഇടയൻ എന്ന പദമാണ് പുരോഹിതൻ എന്ന പദത്തെക്കാൾ സഭാപാലകർ ഉചിതം എന്ന് ഞാൻ ചിന്തിക്കുന്നു. പാസ്റ്റർ എന്നതാണ് പ്രീസ്റ്റ് എന്നതിനേക്കാൾ ഉചിതം എന്ന് ഞാൻ ചിന്തിക്കുന്നു. 27 സഭാജനങ്ങളുടെ അഭിപ്രായങ്ങളെക്കാൾ സഭാപാലകരുടെ അഭിപ്രായങ്ങൾ എപ്പോഴും ശ്രേഷ്ഠമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ജനങ്ങളുടെ അഭിപ്രായങ്ങളെക്കാൾ പട്ടക്കാരുടെ അഭിപ്രായങ്ങളാണ് ശ്രേഷ്ഠം എന്നൊരു ചിന്ത എനിക്കില്ല. എപ്പോഴും കേട്ടോ, എപ്പോഴും ചിന്തിക്കുന്നു. 28
28 എന്റെ സഭയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്റെ അറിവിലും സമ്മതത്തിലുമായിരിക്കണമെന്ന നിർബന്ധം എനിക്കില്ല. ഇല്ല, സ്റ്റേറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. എന്റെ അറിവോടും സമ്മതത്തോടും മാത്രമേ എന്റെ പള്ളിയിൽ ഒരു ഈച്ച പോലും പറക്കാൻ പാടുള്ളൂ എന്ന നിർബന്ധം എനിക്കില്ല. അല്ലേ? 29 ശുശ്രൂഷ വസ്ത്രത്തിൽ എല്ലാവരും എപ്പോഴും എന്നെ കാണണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നെ എപ്പോഴും ആളുകൾ ഉപ്പായത്തിൽ കാണണം എന്ന നിർബന്ധം എനിക്കില്ല. 30 ക്രിസ്തുവാണ് സഭയുടെ നാഥൻ എന്ന ഉറപ്പ് എനിക്കുണ്ട്. നിങ്ങൾക്കൊരു സ്കോർ ടോട്ടൽ ചെയ്യണം. ഈ കിട്ടിയത് 30 ചോദ്യത്തിന് ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളിട്ട സ്കോർ ഒന്ന് ടോട്ടൽ ഒന്ന് കൂട്ടി നോക്കും. ടോട്ടൽ ഇത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട. പൂജ്യം മുതൽ 120 വരെ ഉള്ളൊരു സ്കോറിംഗ് ആണ്. എല്ലാ ഉത്തരങ്ങൾക്കും 4 ആണിട്ടതിന്റെ 120 കിട്ടും. എല്ലാ ഉത്തരങ്ങൾക്കും 0 ആണിട്ടതെങ്കിൽ 0 കിട്ടും. അതിനിടയിൽ ഒരു സ്കോറാണ് നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 30 ആണ് നിങ്ങളുടെ മൊത്തം സ്കോർ 30-നുള്ളിലാണെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ ജീവിതം നിങ്ങൾക്ക് ഒട്ടും തൃപ്തികരമാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അത് അനലൈസ്. 30-നുള്ളിലാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ ഒട്ടും തൃപ്തികരമല്ല. 30-നും 60-നും ഇടയ്ക്കാണെങ്കിൽ കുറച്ചൊക്കെ തൃപ്തികരമാണ്. 60-നും 90-നും ഇടയ്ക്കാണെങ്കിൽ തൃപ്തികരമാണ്. 90-നും 120-നും ഇടയ്ക്കാണെങ്കിൽ ഏറ്റവും തൃപ്തികരമാണ്. നിങ്ങളുടെ ശുശ്രൂഷ ജീവിതം ഒരു നിങ്ങൾക്കൊരു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റുകളുടെ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇത് വാലിഡേറ്റ് ചെയ്യുന്നതോ ലേബിളായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഓൾറെഡി ഉള്ള ഒരു ക്വസ്റ്റ്യനെയറിനെ ഞാൻ കുറച്ച് ഇന്നത്തെ പശ്ചാത്തലത്തിൽ മോഡിഫൈ ചെയ്തെടുത്തതാണ്. എങ്കിലും ഈ സ്കോർ ഒരുവിധം ശരിയായി നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള ഒരു സൂചന നമുക്ക് തരും. അതുകൊണ്ടൊരു 60-ൽ താഴെ 75 താഴെയൊക്കെ ആണെങ്കിൽ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ക്വസ്റ്റ്യനെയർ നമുക്ക് നൽകുന്നത്. നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാനുണ്ട്, കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ. അല്ലെ, നമുക്ക് ആർക്കും പെർഫെക്റ്റ് ആവാൻ കഴിയില്ല. കുറച്ചുകൂടെ ആധുനിക സാഹചര്യത്തിൽ നമ്മുടെ ശുശ്രൂഷയെ മെച്ചപ്പെടുത്താൻ ഉള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ മാത്രം ഫോക്കസ്ഡ് ആയിട്ടല്ല ഈ ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്തത്. നമ്മുടെ ഈ സമകാലിക ലോകം, കണ്ടംപററി വേൾഡ്, അതിനെ സൂചിപ്പിക്കുന്ന 2 പ്രധാന പദങ്ങൾ ഇപ്പോൾ ചർച്ചയിലുള്ളത്. ഒന്ന് എംപയറും മറ്റൊന്ന് പോസ്റ്റ് ഹ്യൂമനിസവുമാണ്. സാമ്രാജ്യത്വവും മാനവികാനന്തര ജീവിതവും ലോകവും. മാനവികാനന്തര പോസ്റ്റ് ഹ്യൂമനിസ്റ്റ് വേൾഡ്. ഇപ്പോൾ എംപയറിന് ബദലായിട്ടാണ് പോസ്റ്റ് ഹ്യൂമനിസത്തെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിനെ രണ്ടിനെയും മനസ്സിലാക്കാൻ ഉള്ള ഒരു എളുപ്പം, ഏറ്റവും ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സാമ്രാജ്യത്വം എപ്പോഴും അധികാര കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന എല്ലാറ്റിനെയും സൂചിപ്പിക്കുന്നു. അധികാരം മനുഷ്യന്റെ അധികാരമാണ്. മനുഷ്യൻ കേന്ദ്രിതമായി, മനുഷ്യന്റെ അധികാര കേന്ദ്രിതമായി നമ്മുടെ ലോകത്ത് നടക്കുന്ന എല്ലാം എംപയറിനെ സൂചിപ്പിക്കുന്നതാണ്. മനുഷ്യനെന്ന് പറയുമ്പോൾ അതിപ്പോൾ പുരുഷനാണ് മനുഷ്യരിലെ പ്രതിനിധി, പുരുഷ കേന്ദ്രിതവും കൂടെയാണ്. ഈ അധികാര സംസ്കാരത്തെ, ഈ എംപയറിനെ ചരിത്രത്തിൽ മുതൽ ഇങ്ങോട്ട് എപ്പോൾ നോക്കിയാലും കാണാം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അധികാരം വീട്ടിലുണ്ട്, വീട്ടിലൊരാളെങ്കിലും കാണും എംപയറായിട്ട്.
ചിലപ്പോൾ അപ്പനായിരിക്കും, ചിലപ്പോൾ അമ്മയായിരിക്കും, ചിലപ്പോൾ മക്കൾ വളർന്നൊരു പവറിലാരെങ്കിലും ആയിരിക്കും, അപ്പച്ചനും അമ്മച്ചേക്കും ചിലപ്പോൾ അവരിൽ ആരെങ്കിലും ആയിരിക്കും. അധികാരം നിയന്ത്രിക്കുന്ന, കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരിടം സഭയിലതുണ്ട്. അത് ചിലപ്പോൾ പട്ടക്കാരിലായിരിക്കാം, ചിലപ്പോൾ കമ്മിറ്റിയിലായിരിക്കാം, ചിലപ്പോൾ ഇതൊന്നും അല്ലാതെ ജനങ്ങൾക്കിടയിൽ ആരെങ്കിലും ആയിരിക്കും അധികാരം നിയന്ത്രിക്കുന്നത്. അതെവിടെയാണോ കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്നതാണ് എൻ്റെ സൂചിപ്പിക്കുന്നത്. ഈ അധികാരത്തിന്റെ പ്രത്യേകത, അധികാരം ഒന്ന് അത് അടിച്ചമർത്തുവാൻ ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്തേത് അതിന് നശീകരണ താല്പര്യങ്ങളും കാണും. അത് ഒപ്രസീവും ഡിസ്ട്രക്റ്റീവുമാണ് അധികാരം. രണ്ടാമത്തേത് പോസ്റ്റ് ഹ്യൂമനിസമാണ്. പോസ്റ്റ് ഹ്യൂമനിസം മനുഷ്യാനന്തര ലോകത്തെ കുറിച്ച് ഉള്ള ചർച്ചകളാണ് നടക്കുന്നത്. അങ്ങനെയൊരു ലോകം ഉണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇപ്പോഴും അതൊരു ചർച്ചാ വിഷയമാണ്. അത് സമർത്ഥമായി ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യമല്ല, എന്നാൽ അത് ചർച്ചയിലുള്ളതാണ്. അത് ക്രിട്ടിക് ഓഫ് ഹ്യൂമനിസമാണ്. അഥവാ മനുഷ്യനല്ല പ്രധാനം എന്ന് ചിന്തിക്കുന്നതാണ് പോസ്റ്റ് ഹ്യൂമനിസം. അധികാരം മനുഷ്യകേന്ദ്രിതമായി നിൽക്കുന്ന ഇടത്തു നിന്നൊരു ബദലായി അങ്ങനെയല്ല, മനുഷ്യകേന്ദ്രിതമല്ലാത്തൊരു ലോകം ആണ് വിഭാവനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ മനുഷ്യൻ ലോകത്തിന്റെ പ്രതിനിധിയല്ല എന്ന് വരികയും യന്ത്രങ്ങളും മനുഷ്യരും മൃഗങ്ങളും സഹഭാഗികളായി ജീവിക്കുകയും ചെയ്യുന്നതാണ് പോസ്റ്റ് ഹ്യൂമനിസം വിഭാവനം ചെയ്യുന്നത്. ആ ഒരു ട്രാൻസിഷനിലാണ് നമ്മളുടെ ലോകം ഇപ്പോൾ. അതുകൊണ്ടാണ് മനുഷ്യ-മൃഗ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നത്. മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലോകം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ മനുഷ്യരും മൃഗങ്ങളും യന്ത്രങ്ങളും കൂടെ ഈ ലോകത്തിന്റെ ഭാഗമായി ഒരുമിച്ച് സഹഭാഗികളെന്നാണ്, കോ എക്സിസ്റ്റൻസ്. ആരും ആരെയും നിയന്ത്രിക്കുന്നില്ല, ആരും ആരെയും നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവരായി തീരുന്നു. അതിൽ സഹഭാഗിത്വവുമുണ്ട്, സംഘർഷവുമുണ്ട്. മനുഷ്യനും യന്ത്രങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളുണ്ട്, മനുഷ്യനും മൃഗങ്ങളും യന്ത്രങ്ങളും മൃഗങ്ങളും തമ്മിലും ഇങ്ങനെ പരസ്പര സംഘർഷങ്ങളും സഹഭാഗിത്വവും ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മനുഷ്യകേന്ദ്രിതമായി ചിന്തിക്കുന്നിടത്താണ് എപ്പോഴും യന്ത്രങ്ങളൊരു ത്രെട്ടാണ്, മൃഗങ്ങളൊരു ത്രെട്ടാണ്, മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുന്ന കാര്യങ്ങളായിട്ട് ഇവയെ നമ്മൾ കാണുന്നു. പോസ്റ്റ് ഹ്യൂമനിസം അങ്ങനെ ചിന്തിക്കുന്നില്ല. മനുഷ്യൻ ഈ ലോകത്തെ എല്ലാത്തിൻ്റെയും ഭാഗമായി മാത്രം ജീവിക്കുന്നു. ഒരുപക്ഷെ അതിനെ എങ്ങനെയാണ് പറയുന്നത്, മനുഷ്യൻ മാഞ്ഞു തുടങ്ങുന്നു, അല്ലെ? ഫെയ്ഡിങ് എവേ ഓഫ് ഹ്യൂമൻ. പതിയെ മനുഷ്യൻ മാഞ്ഞ് എല്ലാം ഒരുപോലെ. മനുഷ്യനായിരുന്നു ഇത്രയും നാൾ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്, എന്നാൽ ആ പ്രൊജക്ഷൻ മാഞ്ഞ എല്ലാം ഒരുപോലെ ആയിരിക്കും, വലിയ വ്യത്യാസങ്ങളില്ലാതെ ആയിരിക്കും. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ആത്മീയതയും അതിൻ്റെ വെല്ലുവിളികളും സവിശേഷതകളും ഒക്കെ ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഇങ്ങനെയൊരു കോണ്ടെക്സ്റ്റിൽ എംപയർ ഉണ്ട് ഒരു വശത്ത്, മറ്റൊരു വശത്ത് പോസ്റ്റ് ഹ്യൂമനിസം ഉണ്ട്. ഇതിനിടയിൽ രൂപപ്പെട്ടു വരുന്ന ചില ഫീച്ചേഴ്സിൽ ഒന്ന് വ്യക്തികേന്ദ്രിത ആത്മീയതയാണ്. വ്യക്തികേന്ദ്രിത ആത്മീയതയുടെ പ്രത്യേകത, അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് ഞാൻ ആത്മീയനാണ്, എന്നാൽ ഞാൻ റിലീജിയസ് അല്ല, സ്പിരിച്വൽ ബട്ട് നോട്ട് റിലീജിയസ്. മതം എനിക്ക് പ്രധാനമല്ല, ഞാൻ ആത്മീയനാണ് എന്ന് അവർ വാദിക്കും. സ്വയം ആധികാരികത അവർ ഉറപ്പുവരുത്തും. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. ഒരു സെൽഫ് ഒതന്റിസിറ്റി അതിൽ പ്രകടമാണ്. നമ്മളിപ്പോഴത്തെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ നീ എൻ്റെ ആത്മീയ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതെനിക്കറിയാം, ഞാൻ എൻ്റെ ദൈവം തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്നവർ തിരിച്ചു കൊടുക്കും. അതൊരു സെൽഫ് ഒതന്റിക്. അവർക്ക് അതിൻ്റെ കൂടെയുള്ളത് വ്യക്തിഗത അനുഭവങ്ങൾ അതിൽ പ്രധാനമാണ്.
കമ്മ്യൂണിറ്റിയുടെ എക്സ്പീരിയൻസ് അല്ല, പേഴ്സണൽ എക്സ്പീരിയൻസുകളാണ് പ്രധാനം. നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, ആളുകൾ എനിക്ക് ഇങ്ങനെ ഒരു ദൈവിക അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അങ്ങനെയൊന്നുമില്ല, ദൈവം അങ്ങനെയൊന്നും ആരുടെയും ജീവിതത്തിൽ ഇടപെടില്ല എന്നൊരു ആർഗ്യുമെന്റ് നമ്മൾ പറയാൻ ശ്രമിക്കും. എന്നാൽ അവർ പറയും ഇതെന്റെ വ്യക്തിഗതമായ അനുഭവമാണ്, അത് നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമില്ല, ഇത് ഞാൻ എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നത്, അത് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അത് വളരെ സെൽഫ് സെന്റേഡാണ്. അവരെപ്പോഴും സ്ഥാപനവൽക്കരിക്കപ്പെട്ട ആത്മീയ മത അസ്തിത്വത്തെക്കാൾ സ്വയം കേന്ദ്രിതമായ ആത്മീയ അസ്തിത്വം തേടുന്നവരായിരുന്നു. അവർക്ക് പള്ളി കയറണമെന്ന് നിർബന്ധമില്ല, കൂട്ടായ്മ പ്രാർത്ഥനകളിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല, മെമ്പർഷിപ്പ് മതിയായിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതത്തിനെ ഇതൊന്നും ബാധിക്കില്ല. അത് ഈ കോവിഡാനന്തര പ്രത്യേകതയുടെ ഭാഗവും കൂടെയാണ്. ന്യൂ നോർമലിൽ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഇന്നത് വളരെ പ്രകടമായിട്ട് നമുക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് യൂത്ത് ഫെലോഷിപ്പ് ഇപ്പോൾ കണ്ടക്ട് ചെയ്യാൻ വലിയ പാടാണ്. വേറെ എല്ലാ ഫെലോഷിപ്പും നടക്കും, യൂത്തിന് ആളെ കിട്ടാനും നടത്തിക്കൊണ്ടുപോകാനും അവരൊരു കുറച്ചുകൂടെ സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഈ പള്ളിയിൽ വന്ന് ഈ ചൂടെടുത്ത് ഇന്ന് ഇരിക്കേണ്ട വീട്ടിലിരുന്നാൽ എല്ലാം നമ്മളെക്കാൾ നല്ല പ്രസംഗം പറയുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ അവർക്ക് കേൾക്കാം. നമ്മളെക്കാൾ നന്നായി ആരാധന നടത്തുന്നവരുടെ ആരാധനകളിൽ ഈ ലോകത്തെ ഏതെങ്കിലും യൂട്യൂബ് സ്ട്രീം ലൈൻ ചെയ്ത് ഏത് ആരാധനയിലും അവർക്ക് പങ്കെടുക്കാം, ഏത് ഭാഷയിലും അത് കിട്ടും. രണ്ടാമത്തെ ഒരു ഇന്നിന്റെ പ്രത്യേകത, there is no much difference between the sacred and the secular. പവിത്രമായതും സാമാന്യമായതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഞാൻ സെക്കുലർ എന്ന് ഉപയോഗിക്കുമ്പോൾ അതിനെ മതപരമല്ലാത്തതെന്നാണ് നമ്മൾ അതിനെ കൊടുക്കുന്ന മലയാള വാക്കെന്നാൽ ഞാൻ സാമാന്യമായത്, നമ്മളിപ്പം പ്രാർത്ഥിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെച്ചത് അല്ലാത്തത് എന്നൊരു വ്യത്യാസം ഇന്ന് ആളുകൾക്ക് അധികമില്ല. ഇങ്ങനൊരു അന്തരം കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പം ഓൾട്ടറിൽ ടാപ്പ് കൊണ്ടുപോകാൻ പറ്റും. കുറച്ചുകൂടെ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുന്നു. അന്തരം കുറയും. അന്തരം ഉള്ളവർ ശക്തമായ അതിനെതിരെ ബാധിക്കും. അല്ലെ, ബൈബിൾ തന്നെ വായിക്കണം, ആരാധനാക്രമം തന്നെ ഉപയോഗിക്കണം എന്ന നിർബന്ധങ്ങൾ വരുന്നത്. അതോടൊപ്പം അതിൻ്റെ ഒരു പ്രത്യേകത, ജനങ്ങൾ അവരുടെ വിശ്വാസം അവരുടെ ജീവിത ചുറ്റുപാടുകളിൽ കാണുവാനാണ് ഒരു ആരാധനാ സമൂഹത്തിന്റെ ഭാഗമായി മാത്രം വിശ്വാസം കാണുകയല്ല, നിരന്തര ജീവിത സാഹചര്യങ്ങളിൽ അവരുടെ ആത്മീയ ജീവിതം പ്രതിഫലിപ്പിക്കപ്പെടണം എന്ന തലത്തിലേക്ക് അത് വളരുന്നുണ്ട്. ആത്മീയത എന്ന് പറയുന്നത് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള സ്പിരിച്വൽ എക്സസൈസുകൾ മാത്രമല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ആത്മീയത റിഫ്ലക്ട് ചെയ്യപ്പെടണം. അതുകൊണ്ടാണ് അവര് അച്ഛന്മാരെയും ശുശ്രൂഷകരെയൊക്കെ ഇപ്പൊ കൂടുതൽ വിമർശിക്കുന്നത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അല്ലെ, അവരെപ്പോഴും പറയാതെ വലിയ ഭക്തരായിട്ടുള്ള ആളുകളെ പുതിയ തലമുറ വിമർശിക്കും. അവരുടെ പ്രാർത്ഥനയൊക്കെ കേട്ടാൽ എന്തൊരു ആത്മീയനാണ്, പക്ഷെ ജീവിതം നോക്കണമെന്നത് നമ്മളെ കുറിച്ച് അവർ പറയും. അപ്പോൾ ഈ വിശ്വാസം പ്രവൃത്തി തലത്തിൽ കാണുക, അത് ബന്ധങ്ങളിൽ കാണുക, അത് രാഷ്ട്രീയ നിലപാടുകളിൽ കാണുക, അത് വ്യക്തിയുടെ ജീവിത പ്രതിസന്ധികളിൽ കാണുക, ഇതൊക്കെ നിർബന്ധമുള്ള, ഇതൊക്കെ പ്രധാനമായി തീരുന്ന ഒരു ട്രാൻസിഷൻ, ഒരു ചേഞ്ച് ഇപ്പോൾ നടക്കുന്നുണ്ട്. മൂന്നാമത്തേത് സാങ്കേതിക വിദ്യ ശുശ്രൂഷ, ടെക്നോളജി ആൻഡ് മിനിസ്ട്രി എന്നത്. അതായിരുന്നു കൂടുതലും സന്ദീപ് അയ്യന്റെ ലെക്ചറിൽ കീനോട്ട് അഡ്രസ്സിൽ നമ്മൾ കേട്ടത്, എങ്ങനെ നമുക്കത് ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച്. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ ക്വസ്റ്റ്യനെയറിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി. ഹൗ വി ക്യാൻ യൂസ് ഇറ്റ്. നമ്മൾ എത്രത്തോളം അതിനകത്ത് ഇൻവോൾവ് ആണ്, നമ്മുടെ കയ്യുടെ ഇടത് കൈയുടെ ഭാഗമായി മാറിയ മൊബൈൽ, അതിപ്പോൾ നമുക്ക് വിട്ടിട്ട് ടോയ്ലറ്റിൽ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ നമ്മൾ
ആ നിലയിലോട്ട് എത്തിയിട്ടുണ്ട്. അത്രയും നമ്മുടെ ശരീരത്തിന്റെ ഒരു അംഗം പോലെ നമ്മുടെ സ്ക്രീൻ, മൊബൈൽ, അത് അച്ഛന്മാർക്കുമായിട്ടുണ്ട്, അല്ലാത്തവർക്കുമായിട്ടുണ്ട് എല്ലാവർക്കും. ഈ ഒരു ടെക്നോളജിയെ നമുക്കിത് ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റാത്ത വിധം ജീവിതവുമായി അത് ചേർന്ന് ബന്ധപ്പെട്ട് കഴിയും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ ക്രിയാത്മകമായി ആത്മീയ ജീവിതത്തിന്, ശുശ്രൂഷ ജീവിതത്തിൽ ഉപയോഗിക്കാം എന്ന ചാലഞ്ചാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാനിങ്ങനെ പർട്ടിക്കുലറായിട്ട് പറഞ്ഞെങ്കിലും നമ്മുടെ ചാലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ 3 തലത്തിലാണ് ഈ ചാലഞ്ചസ് നമ്മൾ നേരിടുന്നത്. ചാലഞ്ച് എന്ന് പറയുന്നത് ചേഞ്ചാണ്, ട്രാൻസിഷൻ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് ഈ നമ്മുടെ വെല്ലുവിളി. അപ്പോൾ ഒട്ടും തൃപ്തികരമല്ലാത്തൊരു ശുശ്രൂഷ ജീവിതം നയിക്കുന്ന ആളുകളുടെ പ്രതികരണത്തെ, ചേഞ്ചിനോടുള്ള സമീപനത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് ആ മാറ്റത്തെ ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നതാണ്. മാറ്റം മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു മാറ്റം യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കാൻ ഇപ്പോഴും അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടെന്ന് പോലും, ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടെന്ന് പോലും അവർ ചിന്തിക്കുന്നു. അങ്ങനെ ഒരു മാറ്റം ഇവിടെ നടക്കുന്നുണ്ട് എന്ന ബോധമാണ്. രണ്ടാമത്തേത് ഈ ചേഞ്ചിനോടുള്ള മറ്റൊരു പ്രതികരണം മാറ്റത്തെ പ്രതിരോധിക്കലാണ്, റെസിസ്റ്റിംഗ് ചേഞ്ച്. ഇതൊന്നും പാടില്ല, എല്ലാം പഴയതുപോലെ തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ളവരാണ് എപ്പോഴും വോട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ഉപദേശിക്കാം, അല്ലേ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ബസ്സേ കയറി, അല്ലെ നടന്ന് കിലോമീറ്ററുകളോളം പോയി എന്ന് പറയുന്ന റെസിസ്റ്റിംഗ് ചേഞ്ച്, ട്രാൻസിഷൻസ് പ്രതിരോധിക്കുന്ന ഒരു സമീപനം. അവരിതിനിടയ്ക്ക് നിൽക്കുന്നവരാണ്. ചില കാര്യങ്ങളിൽ അവർ ഓക്കെയാണ്, ചില കാര്യങ്ങളിൽ അവർ ഓക്കെയല്ല. കുറച്ചൊക്കെ തൃപ്തികരമായ ഒരു ശുശ്രൂഷ ജീവിതം അവർക്ക് കാണാം. ഒട്ടും അധികം നിരാശയും ഡിപ്രഷനും. ഈ പാസ്റ്റേഴ്സിന് അവസാനം വരുന്ന ഡിപ്രഷനാണ്. നമ്മൾ അനുഭവിക്കുന്ന പോലെ വിഷാദം അധികം വേറെ ജോലിയിലുള്ളവർ അനുഭവിക്കുന്നില്ലെന്ന് പറയാം. നമ്മൾ ഈ 24/7 ഇതിനകത്താണെന്ന് അവകാശപ്പെടുകയും അത് മീറ്റ് ചെയ്യാനുള്ള നമ്മുടെ ശ്രമങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഡിപ്രഷൻ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ പ്രതിരോധിക്കുന്നത് കൊണ്ടുള്ളൊരു ഡിപ്രഷൻ നമുക്കാണ്. നമ്മൾ പറയും പള്ളികളിൽ വൈഫൈ കൊടുക്കണോ വേണ്ടയോ എന്നൊരു ചർച്ച വന്നാൽ എങ്ങനെ പ്രതികരിക്കും? കമ്മിറ്റി കാണും 2 പക്ഷം, അല്ലേ? എന്തായാലും വൈഫൈ കൊടുത്താൽ നല്ലതാണ്. ഓരോ ദിവസത്തെ ആരാധനാക്രമം നമുക്ക് അന്നത്തെ തീമിനനുസരിച്ച് രൂപപ്പെടുത്തി ഷെയർ ചെയ്ത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. വേണമെങ്കിൽ അവരുടെ മൊബൈലിൽ അവർക്ക് ആ ക്രമം ഉപയോഗിക്കാം. പല സാധ്യതകളുണ്ട്. കുറച്ചുകൂടെ റെലവൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം, റെലവൻ്റ് ആയ രീതികൾ ഉപയോഗിക്കാം. പഴയ കീറിയ പേജുകൾ മറിക്കാൻ അവരുടെ നിർബന്ധമില്ല. വലിയ സ്ക്രീനിൽ അവർക്ക് കാണാം. കന്നഡയില്ലാത്തവരാണെങ്കിൽ കന്നഡ പ്രശ്നമുണ്ടാക്കി സൂം ചെയ്താൽ വലുതായിട്ട് കാണാം. അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ സ്ക്രീനിലേക്ക് മാറും. അപ്പൊ മാറ്റത്തെ പ്രതിരോധിക്കണം, മാറ്റത്തോടൊപ്പം അത് ഉപയോഗിക്കണം എന്ന ചോദ്യമാണ്. നല്ല തൃപ്തികരമാണ് എൻ്റെ ശുശ്രൂഷ എന്ന് നിങ്ങൾക്ക് സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റത്തോടൊപ്പം പോകുന്നവരാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ശുശ്രൂഷ ജീവിതവും ഇന്നുണ്ടാകുന്ന മാറ്റങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? പൊരുത്തപ്പെടാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. മുമ്പോട്ട് പോകും, പക്ഷേ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഡിപ്രഷനും സ്ട്രെസ്സും കൂടിക്കൊണ്ടിരിക്കും. അല്ലെ, നമുക്കുള്ള അത്രയും രോഗങ്ങൾ ഇപ്പം വേറെ പ്രൊഫഷനിലാർക്കും കാണത്തില്ല. എനിക്ക് 35-ാം വയസ്സിൽ ഡയബറ്റിക് ആയി. പെട്ടെന്നാണ് ഡയബറ്റിക്, പെട്ടെന്നാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്, പെട്ടെന്നാണ് ഹൃദ്രോഗങ്ങൾ നമ്മളെ കാണുന്നത്. ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. നമ്മളിതിനെയൊക്കെ അവഗണിച്ചിട്ടാണ്. നമുക്ക് ഈ നമ്മളെ സെൽഫ് കെയർ എന്ന് പറയുന്നത്, പാസ്റ്റേഴ്സ് സെൽഫ് കെയർ എന്ന് പറയുന്ന ഒരു വലിയ ഏരിയയാണ്. ആ പോർഷൻ നമ്മളോട് വളരെ ക്രൂരമായി പെരുമാറിക്കൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷ. നമ്മളോട് വളരെ ക്രൂരത കാണിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചും ശാരീരികാരോഗ്യത്തെക്കുറിച്ചും ഒട്ടും ശ്രദ്ധയില്ലാതെ അവഗണിച്ച് മുമ്പോട്ട് പോകുന്നത്.
പലപ്പോഴും ഞാൻ പറയും നമ്മൾ ഇൻവിസിബിൾ ആണ്. നമ്മളൊരു പള്ളിയിലൊക്കെ ഉണ്ട്, ശുശ്രൂഷയ്ക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡയസസിലുണ്ട്, പട്ടക്കാരുടെയിലൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ പ്രസൻസ് പലപ്പോഴും ആരും കാണാറില്ല. നമ്മളവിടെ ഉണ്ടെന്നേ ഉള്ളൂ. അതിന്റെ സമ്മർദ്ദം നമുക്കുണ്ടാകും. നമ്മളറിയാം, ഒരു വീട്ടിൽ ഒരു ഇൻവിസിബിൾ ചൈൽഡ് ഉണ്ടെങ്കിൽ ആ കുഞ്ഞനുഭവിക്കുന്ന അതേ അനുഭവമായിരിക്കും നമുക്കുള്ളത്. കൗൺസിലിംഗിൽ ഒരു വലിയ കോൺസെപ്റ്റാണ് ഇൻവിസിബിൾ. നമ്മളുണ്ട്, ആരും കാണുന്നില്ല, നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല, നമ്മളെ ആരും തിരിച്ചറിയുന്നില്ല, നമ്മുടെ പ്രയാസങ്ങളിൽ ആരും കൂടെയില്ല. നമുക്ക് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പും വർക്കേഴ്സ് മീറ്റിങ്ങും ഒക്കെ നടക്കും, എന്നാലും നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ശുശ്രൂഷയിൽ എന്ന തോന്നൽ നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ റെസിസ്റ്റിംഗ് ചേഞ്ച് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ചലഞ്ച്. അതിന് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, എങ്ങനെ പോകണം, എങ്ങനെ പ്രതികരിക്കണം. സഭയിലെ ജനങ്ങൾക്കിടയിലുള്ള 2-3 വിഭാഗങ്ങൾക്കിടയിൽ നമ്മളെ എല്ലാ വശത്തേക്കും വലിച്ച് നമ്മൾ അതിനിടയ്ക്കപ്പെടും. നമ്മളെടുക്കുന്ന സ്റ്റാൻഡുകൾ, നമ്മളെടുക്കുന്ന നിലപാടുകൾ വിമർശിക്കപ്പെടും. സഭയ്ക്ക് പൊതുവായ നിലപാടുകൾ എടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ അഡ്രസ് ചെയ്യാൻ, ഇതാണ് CSIയുടെ നിലപാടെന്ന് പറയാൻ, കുറച്ചുകൂടെ പറയാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മളിപ്പോൾ ഇല്ലേ? ഒരു ഹോമോസെക്ഷൽ മാരേജിനെ കുറിച്ചോ, ഗേ റിലേഷൻഷിപ്സിനെ കുറിച്ചോ, ടെക്നോളജിയുടെ ഉപയോഗങ്ങളെ കുറിച്ചോ ഒക്കെ ചർച്ച വന്ന് സോളിഡായിട്ട് ഇതാണ് നമ്മുടെ നിലപാട് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലെ സമ്മർദ്ദങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ഒരു കല്യാണം വന്നാൽ രണ്ടും CSIക്കാരാണെങ്കിൽ നമുക്കധികം ബുദ്ധിമുട്ടില്ല. നമ്മുടെ പള്ളിയിൽ ഒരാൾ പോയി ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചിട്ട് പള്ളിയിൽ ചേരണമെന്ന് തിരിച്ചു തന്നാൽ, ബ്ലെസ്സിങ് വേണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രൈസിസ് ആണ്. പണ്ട് പറയുന്ന പോലെ കൃത്യമായ നിയമങ്ങൾ പറഞ്ഞാൽ അത് സഭയുടെ ജീവിതത്തെ ബാധിക്കുന്ന തലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. റീകൺസിഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ കാത്തലിക് ചർച്ചിൽ ഇപ്പോൾ അവർ കൺവേർട്ട് ചെയ്യണമെന്നുള്ളതല്ല ബ്ലെസ്സിങ് കൊടുക്കുക. ഹിന്ദുവിനെ ഹിന്ദുവായിട്ട് തന്നെ നിൽക്കാം, പക്ഷെ പള്ളിയിൽ നിന്ന് ബ്ലെസ്സിങ് വേണം, അവർക്ക് ഒരുമിച്ച് വേണം. പെൺകുട്ടി പള്ളിക്കാരിയാണെങ്കിൽ പെൺകുട്ടിയുടെ മെമ്പർഷിപ്പ് ഇവിടെ, അയാളുടെ പേര് അവിടെ എഴുതി വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ, ഹിന്ദു എന്ന് ബ്രാക്കറ്റിൽ. പക്ഷെ ഫാമിലി ലിസ്റ്റിൽ പോലും അവരുടെ പേര് കയറും എന്ന നിലയിലേക്ക് സഭ ഇങ്ങനെയുള്ള വെല്ലുവിളികളോട് പ്രതികരിച്ചു തുടങ്ങി. ഇതെല്ലാം ട്രാൻസിഷന്റെ ഭാഗമാണ്. പണ്ടുള്ളതിലധികമായി ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കുന്നു, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള മാമോദിസകൾ വരുന്നു, മരണാനന്തര ശുശ്രൂഷകൾ ചിലപ്പോൾ നടത്തേണ്ടി വരുന്നു. ഇപ്പം പട്ടക്കാരനെന്ന നിലയിൽ നമുക്ക് എടുക്കേണ്ടുന്ന തീരുമാനങ്ങളും നിയമങ്ങളുമായുള്ള സംഘർഷങ്ങളും ജനങ്ങളുടെ പാരമ്പര്യങ്ങളും ഒരു പ്രാക്ടീസസ് പറയുന്നത് ഞങ്ങളുടെ പള്ളിയിൽ പണ്ടുതൊട്ടേ ഇങ്ങനെയാണ്, അച്ഛൻ വന്നിതൊന്നും മാറ്റാൻ നിൽക്കണ്ട എന്ന് നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്ന ആളുകളുടെ ഇടയ്ക്കും ഒക്കെയാണ് നമ്മുടെ ജീവിതം വെല്ലുവിളികളെ നേരിട്ട് മുമ്പോട്ട് പോകും. ഈ ട്രാൻസിഷൻ കാലങ്ങളായിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. അത് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ആത്മീയ സാഹചര്യത്തെ കുറിച്ചും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സഭ, ഇന്ത്യയിലെ സഭയെ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ആദിമകാലമുണ്ട്, വളർച്ചാകാലമുണ്ട്, ഇന്നത്തെ കാലമുണ്ട്. ആദിമകാലം എന്ന് പറയുന്നത് 2 തരത്തിലെപ്പോഴും നമ്മൾ കാണും. ഒന്ന് ഈ സെന്റ് തോമസ് ട്രഡീഷൻ ഒക്കെ പറയുന്ന പണ്ടേ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന തോമസ് ഓഫ് കാനായുടെയും സെന്റ് തോമസിന്റെ ഒക്കെ ട്രഡീഷനിലുള്ള ഒരു കാലം. അത് കഴിഞ്ഞുള്ള സ്റ്റാഗ്നേഷൻ, മിഷണറി കാലം. മിഷണറി കാലമാണ് വളർച്ചാകാലമായിട്ട് കണക്ക് കൂട്ടുന്നത്. വളർച്ചാകാലത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് മോഡേണിറ്റി ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു സമീപനം എപ്പോഴും ആധുനികമായതെല്ലാം ശരിയെന്നും പരമ്പരാഗതമായതെല്ലാം അത്ര ശരിയല്ല എന്നും അതിന് മാറ്റം ഉണ്ടാകണമെന്നുള്ളൊരു ചില അതിൻ്റെ ഒരു സംഘർഷം എപ്പോഴും ആ കാലത്ത് വളരെ പ്രകടമായി. അന്ന് ഉപയോഗിച്ചിരുന്ന അളവുകോൽ എന്ന് പറയുന്നത് വെസ്റ്റേൺ മോഡൽസ് ആണ്. പാശ്ചാത്യ അളവുകോലുകൾ വെച്ച് ആത്മീയതയെ അളക്കുന്ന ഒരു കാലം. അതുകൊണ്ടാണ് നിർബന്ധമായി ഒന്നുകിൽ നമ്മുടെ ക്ലീൻ ഷേവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈശോയെ താടി ഒരുമിച്ച് വെക്കണം. അതല്ലാത്തവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള സംഘർഷങ്ങളുള്ള സാഹചര്യം. അതുപോലെ വെസ്റ്റേൺ
വെസ്റ്റേൺ ആളുകൾ ഡ്രസ് ചെയ്യുന്നത് പോലെ ഡ്രസ് ചെയ്യണം കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾ എന്ന നിർബന്ധം. പള്ളിയിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ പെരുമാറും. വെസ്റ്റേണൈസ്ഡ് കൾച്ചറാണ് ശരി, പാശ്ചാത്യമായതെല്ലാം ശരിയും ഇന്ത്യയിലുള്ളതെല്ലാം തെറ്റും. ഇവിടെ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ തെയ്യക്കോലങ്ങളെ ഇവിടെ ഡെവിൾ വർഷിപ്പ് എന്നാണ് ഇവിടെ മിഷണറിമാർ ഉപയോഗിച്ച പദമാണ് ഡെവിൾ വർഷിപ്പ്. അവരോടൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഡെവിൾ വർഷിപ്പാണ്, അവരുടെ ദൈവത്തെയാണ് അവരെ വർഷിപ്പ് ചെയ്യുന്നത്. പക്ഷെ നമ്മളതിനെ ഡെവിൾ എന്നാണ്. അങ്ങനെയായിരുന്നു മിഷണറിമാർ അതിനോട് സമീപിച്ചത്. ആധുനികമായതും പാശ്ചാത്യമായതും നല്ലത് എന്ന് ചിന്തിച്ച കാലമാണ് വളർച്ചകാലം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പൊരുത്തപ്പെടലിന്റെ കാലം, ആധുനിക കാലം. ഇവിടെ പരമ്പരാഗത ശീലങ്ങളുണ്ട്, നമുക്ക് പുതിയ വിശ്വാസ സമീപനങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉൾപ്പെടുത്തി ഒരു സങ്കലനം ആത്മീയ കാലത്തിലാണ് നമ്മൾ ഒരു എക്ലക്റ്റിക് അപ്രോച്ച് എന്ന്. സ്പിരിച്വാലിറ്റിയോട് ഒരു സങ്കലനമായ ആത്മീയ സമീപനം, അത് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ്. നമുക്ക് സംഘർഷമുണ്ട്, പ്രതിരോധമുണ്ട്, എന്നാൽ ഒടുവിൽ പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിലാണ്. ആ പൊരുത്തപ്പെടലിന്റെ കാലത്താണ് സാമൂഹിക, സാംസ്കാരിക, ശാസ്ത്ര, സാങ്കേതിക മാറ്റങ്ങൾ അതുമായി ഒത്തുപോകാൻ ഉള്ള നമ്മുടെ സ്ട്രഗിൾ ഉണ്ടാകുന്ന പട്ടക്കാരന്മാർ. ഒത്തുപോകാത്തവർ പുറത്താക്കപ്പെടും. ഒത്തുപോകുന്നവർക്ക് നമ്മളൊരു സക്സസ്ഫുൾ മിനിസ്റ്റർ, ആ അച്ഛൻ, ആ ശുശ്രൂഷകൻ വിജയകരമായി ശുശ്രൂഷ ചെയ്യുന്നു എന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവർ മാറ്റങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ ശീലിച്ചു കഴിയും എന്നാണ് അർത്ഥം. പ്രതിരോധിക്കുന്ന കാലത്ത് നിന്ന് പൊരുത്തപ്പെടലിന്റെ കാലത്തേക്ക് അവർ മാറും. ഇങ്ങനെ ഈ മാറ്റങ്ങളുടെ കാലത്താണ് ഈ പുതിയ മേച്ചിൽപ്പുറങ്ങൾ, ആത്മീയ മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാകുന്നത്, വർദ്ധിച്ചു വരും. ആത്മീയതയുടെ പൈതൃക പ്രസ്ഥാനങ്ങൾ എന്നാണ് അതിനെ ലിറ്ററേച്ചറിൽ ഉപയോഗിച്ചത്. ഒരു സ്പിരിച്വൽ ക്രൈസിസ് എന്ന് പറയും, ആത്മീയ പ്രതിസന്ധിയുണ്ട്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഒരു സഭ തുടങ്ങാം, പാസ്റ്ററാവാം, ശുശ്രൂഷകനാകാം, നേതൃത്വം നൽകാം എന്ന നിലയിലേക്ക് ഈ കാലം മാറിയിട്ട് ഏതൊരാൾക്കും ഏത് സമയത്തും ശുശ്രൂഷകരായി നേതൃത്വത്തിലേക്ക് വരാം. ഒരു സഭ തുടങ്ങിയ പുതിയ രീതികളുമായി, ആരാധനാ രീതികളും റിച്വലിസ്റ്റിക് പ്രാക്ടീസുകളും ഒക്കെ ആയിരുന്നു. ഇത് മോഡേണിറ്റിയിൽ നിന്ന് മുമ്പോട്ട് വരുമ്പോഴൊക്കെ ഉള്ളതാണ്, എന്നാൽ ഇന്നത് വളരെ പ്രകടമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഇടത്തിൽ നമ്മൾ ഇടയനായി നിൽക്കണോ പുരോഹിതനായി നിൽക്കണോ എന്ന ചോദ്യത്തെ തിരിച്ചു. പ്രീസ്റ്റാണോ പാസ്റ്ററാണോ? നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത് ക്രിസ്തീയ സമൂഹത്തിൽ പട്ടത്ത ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്നതാണ് ഈ രണ്ട് പദം. നമ്മൾ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ഉദ്യോഗമാക്കിയവരാണെന്ന് പറയും. ബാക്കി ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് വിശ്വാസം വേറെ, ഉദ്യോഗം വേറെയാണ്, ജോലി വേറെയാണ്. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ജോലിയാണ്, അതാണ് കേന്ദ്രീകരിച്ചത്. അപ്പോൾ ഈ എംപയർ ആൻഡ് പോസ്റ്റ് ഹ്യൂമനിസം ഇതിനിടയിൽ ഒരു പാസ്റ്ററായി നിൽക്കുവാൻ ഉള്ള വെല്ലുവിളി നമ്മൾ എങ്ങനെ അതിനെ തരണം ചെയ്യുന്നതാണ് സഭയുടെ പ്രതിസന്ധി. നമ്മൾ എംപയർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ട്രഡീഷൻസ് പ്രധാനമാണ്. ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ പ്രധാനമാണ്, പട്ടക്കാരൻ പ്രധാനമാണ്, വസ്ത്രം പ്രധാനമാണ്, റിച്വലിസ്റ്റിക് പ്രാക്ടീസുകൾ പ്രധാനമാണ്, റിച്വലിസ്റ്റിക് ഒബ്സർവേഷൻസ് പ്രധാനമാണ്. ജനങ്ങൾക്ക് ഇന്നത് അതൊന്നും പ്രധാനമല്ല. നമ്മൾ വളരെ പ്രധാനമെന്ന് കരുതുന്ന പല കാര്യങ്ങളും നമ്മുടെ തന്നെ സഭയിലെ ജനങ്ങൾക്ക് അപ്രധാനങ്ങളാണ്. അവർ നമ്മളെ സന്തോഷിപ്പിക്കാനും നമുക്ക് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് കൺവിക്ഷൻസ് ഇല്ല. ഈ പൈതൃക പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തോടെ ഈ ആത്മീയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ഇതെല്ലാം പണ്ട് നടന്നതുപോലെ തന്നെ നടക്കണം എന്ന നിർബന്ധം ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും പോയി. നമ്മളതിനെ
ഇപ്പൊ മാറ്റങ്ങളെ പ്രതിരോധിച്ച് ഇതിലേക്ക് തിരിച്ചുകൊണ്ടാൻ ശ്രമിക്കുമ്പോൾ അവര് ഇത് വിട്ടിട്ട് പോവുകയാണ്. അങ്ങനെ ഒരിടത്ത് ഞങ്ങൾ വരുന്നുണ്ട് അല്ലെ. നമ്മളിപ്പം ജനങ്ങളുടെ ഡ്രസ് കോഡിനെ കുറിച്ച് വളരെ നിർബന്ധം പിടിക്കുന്ന അച്ഛനിരിക്കുന്ന പള്ളിയിൽ ചെറുപ്പക്കാർ വരുന്ന കുറയും. ടെക്നോളജിയുടെ ഉപയോഗത്തെ കുറിച്ച് വളരെ നിർബന്ധം പിടിക്കുന്ന ഒരു പള്ളിയിൽ ആളുകൾ വരുന്ന കുറയും. നിർബന്ധം, കമ്പൾസിവിറ്റിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തെ അത് ബാധിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം. അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പട്ടക്കാരന്റെയും അൽമായന്റെയും സ്വകാര്യ ആത്മീയതയിൽ ഇപ്പോൾ വലിയ അന്തരമില്ല. ജനങ്ങൾക്കത് ക്ലിയർ ആയിട്ട് അറിയാം. പണ്ട് അവരച്ഛന്മാരെ ശുശ്രൂഷകരെ കണ്ടതുപോലല്ല ഇപ്പൊ കാണും അല്ലെ. നമ്മളിപ്പോലെ സിനിമയ്ക്ക് പോയ ചിലപ്പോൾ ജനങ്ങളും ആ സിനിമ കൊണ്ടേ കാണും. അത് നമുക്കും ബുദ്ധിമുട്ടില്ല, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ഒരു ആത്മീയ നേതൃത്വം നൽകുന്ന അവളുടെ ആത്മീയതയും എന്റെ ആത്മീയതയും സാധാരണക്കാരനെ എന്റെ ആത്മീയതയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇപ്പൊ ഇല്ല, ഞങ്ങളൊക്കെ ഒരുപോലെയാണ് എന്ന് ചിന്തിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മളെ ആണ് കേന്ദ്രങ്ങളാക്കാൻ ശ്രമിച്ചാൽ ജനങ്ങളത് നിസ്സാരമായി അവഗണിച്ചിരുന്നേ, ഇവിടെ മുമ്പിൽ വെച്ചല്ലെങ്കിൽ പോലും. ഇങ്ങനെയൊരു സംഘർഷത്തെ, ഇതൊക്കെ ഈ റിയാലിറ്റീസിനെ മറന്ന് ഇങ്ങനെയൊക്കെയാണ് ജനങ്ങൾ എന്ന് മനസ്സിലാക്കാതെ, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ജനങ്ങളുടെ മനസ്സിലും ചിന്തകളിലും ആത്മീയ സാഹചര്യങ്ങളിലും ഉണ്ടാകുന്നുണ്ടെന്ന് തിരിച്ചറിയാതെ നമ്മൾ ശുശ്രൂഷ ചെയ്യും തോറും നമ്മളെ ഒരു പഴഞ്ചൻ എന്ന ലിസ്റ്റിലോട്ട് മാറ്റും. ഇത് പുതുമയുള്ള ആളാകാനുള്ള നമ്മുടെ ശ്രമങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഈ വെല്ലുവിളികൾ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ശുശ്രൂഷ ജീവിതത്തെ ഓരോ റിട്രീറ്റിലും നമ്മൾ സമീപിക്കുക. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു എൻ്റെ ടോക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു 7 ചോദ്യങ്ങൾ ഡിസ്കഷന് വേണ്ടി ഗ്രൂപ്പായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് എടുക്കാം. നന്നായിരിക്കും. അങ്ങനെ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ട് 1, 2, 3, 7 വരെ എണ്ണിയാണ്. 7 ഗ്രൂപ്പാണ്. എവിടെ നിന്ന് തുടങ്ങുന്നത്? 1, 2, James section 3, 4, 5, 6, 7, 1, 2, 3, 4, 5, 6, 7, 1, 2, 3, 4, 5, 6, 7, 1, 2, 3, 4, 5, 6, 7, 2, 3, 4, 5, 6, 7, 1, 2, 3, 4, 5, 6, 7, 1, 2, 3, 4, 5, 6, 7, 1, 2, 3. ഓക്കെ. ഓരോ ഗ്രൂപ്പിലെ ആളുകൾ നിങ്ങൾക്കുള്ള ഓരോ ചോദ്യം ഓരോ ഗ്രൂപ്പിലാണ്. ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ വ്യക്തി കേന്ദ്രിത ആത്മീയത എന്ന സാഹചര്യത്തെ എങ്ങനെ അഭിമുഖീകരിക്കാൻ സാധിക്കും? ഗ്രൂപ്പ് 1-നുള്ള ഡിസ്കഷൻ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നുകൂടെ നിങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് ചർച്ച ചെയ്യും. 2, ഗ്രൂപ്പ് 2-നുള്ളത് സെൽഫ് സെന്റേഡ് സ്പിരിച്വാലിറ്റി. അതാണ് നിങ്ങളുടെ വിഷയം. അതിനെക്കുറിച്ച് ഒരു പട്ടക്കാരൻ അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സഭയുടെ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ അഡ്രസ് ചെയ്യും? രണ്ടാമത്തേത് ഈസ് ലെസ് ഗ്യാപ്പ് ബിറ്റ്വീൻ സേക്രഡ് ആൻഡ് സെക്യുലർ. പവിത്രവും സാമാന്യവും തമ്മിലുള്ള അന്തരം കുറയുന്നു എന്ന സാഹചര്യത്തിൽ ശുശ്രൂഷകളെ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യും? 3, സഭാ ശുശ്രൂഷയിൽ സാങ്കേതിക വിദ്യ എങ്ങനെ പ്രയോജനകരമായി ഉപയോഗിക്കും? 4-ാമത്തെ ഗ്രൂപ്പിന് സഭയെ
ഒരു കമ്മ്യൂണിറ്റിയായി പുനർവിഭാവനം ചെയ്യുവാൻ സാധിക്കും. സ്ട്രക്ചറിനുള്ളിൽ നിൽക്കാത്ത ഒരു കമ്മ്യൂണിറ്റിയായിട്ട് സഭയെ കാണാൻ കഴിയും എന്നതാണ് നാലാമത്തെ ചോദ്യം. അത് ഈ ടെക്നോളജിയുടെയും എംപയറിന്റെയും ഒക്കെ കോണ്ടെക്സ്റ്റിൽ. അഞ്ചാമത്തേത് പുതുതായി രൂപപ്പെട്ടു വരുന്ന ആത്മീക പ്രാക്ടീസുകൾ, പുതുതായി എമർജിംഗ് സ്പിരിച്വൽ പ്രാക്ടീസസ്, ട്രഡീഷണൽ പ്രാക്ടീസസുകൾ വിട്ട് പുതുതായി രൂപപ്പെട്ടു വരുന്ന ആത്മീയ പ്രകടനങ്ങൾ, അതിനോടുള്ള സഭയുടെ പ്രതികരണം എന്തായിരിക്കും? 6 ഡീകൺസ്ട്രക്ഷൻ എന്ന വെല്ലുവിളി. ഇപ്പോഴുള്ളത് തകർക്കപ്പെടുകയും പുതിയ രൂപപ്പെട്ടു വരികയും ചെയ്യുക എന്നതാണ് ഡീകൺസ്ട്രക്ഷൻ. ദ ചാലഞ്ച് ഓഫ് ഡീകൺസ്ട്രക്ഷൻ. ഏഴാമത്തെ അവസാനത്തേത് ദൗത്യത്തിലെ ദ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ഇൻ മിഷൻ, ദൗത്യത്തിലെ ആഗോള സാഹചര്യം. നമുക്ക് ഇനി 10 മിനിറ്റ് 13 മിനിറ്റാണുള്ളത്. മണിയൊക്കെ ഒരു 7 മിനിറ്റ് എടുക്കാം അല്ലേ? പെട്ടെന്ന്